ഹലോ. കുറച്ച് നാൾ മുന്നേ ഇൻസ്റ്റാഗ്രാമിലൊരു റീൽസ് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ കാര്യം മറന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി തട്ടിൽ എണ്ണ തേക്കുമ്പോഴാണ് അമ്മ ചോദിച്ചത്, അന്നൊരു വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ ചിരട്ടയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത്, അതുപോലെ ആക്കിയാലോ എന്ന്. എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് വേഗം പോയി ചിരട്ടയൊക്കെ എടുത്തോടുന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് എണ്ണയൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ സാധാ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ എണ്ണ തേക്കുന്ന പോലെ ചിരട്ടയിൽ നന്നായിട്ട് എണ്ണ തേച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെള്ളം ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആവിയിൽ വെക്കുക. അത് വേവുന്നത് വരെ കാത്തിരിക്കുക. നമുക്ക് ചിരട്ടയുടെ സൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ആക്കാം കേട്ടോ. മാവ് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവി വന്ന് കുറച്ച് നേരം വെച്ച് അതിനുശേഷം അതിങ്ങോട്ട് തുറന്ന് നോക്കുമ്പോൾ ദേ നല്ല തക്കുട് പോലത്തെ ഇഡ്ഡലിക്കുട്ടന്മാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി, കുറച്ച് സാമ്പാർ ഒഴിക്കുക, കുറച്ച് ചട്നി ഒഴിക്കുക, അങ്ങോട്ട് കഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അതുകൊണ്ടൊരു ഗുണമുണ്ട് കേട്ടോ. പ്ലേറ്റൊക്കെ കഴുകാൻ മടിയുള്ളവരാണെങ്കിലേ ഇങ്ങനെ ചെയ്താൽ മതി. ഇതാകുമ്പോൾ പ്ലേറ്റ് കഴുകണ്ട, സ്പൂൺ കൊണ്ട് കോരി കഴിക്കുമ്പോൾ ആ ഒരു സ്പൂൺ മാത്രം കഴുകിയാൽ മതി. എങ്ങനെയുണ്ട്, എളുപ്പമല്ലേ? അപ്പോൾ ഒരു തവണയെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. ഒരു ചേഞ്ചൊക്കെ ആവുമല്ലോ. സാധാരണ ഇന്നും നമ്മൾ ഒരേ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നതിന് പകരം ചിരട്ടയിലൊക്കെ ഒരു ഇഡ്ഡലി സ്വാദിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ. അതേ ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.